ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റിന്റെ ഭാഗമായി സർക്കാരിന് ലഭിച്ച എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് യഥാസമയത്ത് യാഥാർത്ഥ്യമാക്കാൻ സർക്കാർ എന്തൊക്കെ നടപടികളാണ് സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്? സമാപന സമ്മേളനത്തിൽ പറയുകയുണ്ടായി. ബഹുമാനായ പ്രതിപക്ഷ ഉപനേതാവും ആ സമാപന സമ്മേളനത്തിലുണ്ടായി. പ്രതിപക്ഷ മേധാവ് ഉദ്ഘാടന സമ്മേളനത്തിലുണ്ടായി. 1,52,000 കോടി രൂപയുടെ പ്രപ്പോസൽ EOEകളാണ് അവിടെ വന്നത്. അതിനുശേഷം മുഹമ്മദ് ഉൾപ്പെടെ 1,65,000 IT കൂടുമ്പോൾ 1,75,000 വരുന്ന EOEകൾ സർക്കാരിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി CIA, FICCI, KSSIA, TAI ഇങ്ങനെയുള്ള സംഘടനകളുമായിട്ട് തുടർ പ്രവർത്തനങ്ങൾ ഇന്നലെ തന്നെ രാത്രി അവരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുകയുണ്ടായി. ഇപ്പം നമ്മൾ 7 ഗ്രൂപ്പുകൾ രൂപീകരിച്ചിട്ടുണ്ട്, 7 ടീം രൂപീകരിച്ചിട്ടുണ്ട്, 7 സെക്ടറായി തിരിച്ച് 12 എക്സ്പെർട്ടുകളെ ഇതിൻ്റെ ഏകോപനത്തിന് വേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിലെങ്കിലും ഇൻവെസ്റ്റ് സമ്മിറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ പദ്ധതിയുടെ കല്ലിടാൻ കഴിയുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്.